അംബ്ലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പതിവ് പോലെ ഇന്നും ഞങ്ങൾ പെണ്ണായിട്ട് ഒരുങ്ങി വിളക്കെടുക്കാൻ പോകും. ഞങ്ങളുടെ കൊറ്റൻകുളങ്ങര അമ്പലത്തിൽ പതിവ് പോലെ ചമയവിളക്ക് മഹോത്സവമാണ്. അടുത്ത വർഷം ഒരിക്കലും വിളക്കെടുപ്പ് കഴിയത്തില്ല. ഈ നാട്ടിലെ എല്ലാ വർഷവും വിളക്കെടുപ്പ് നടക്കും. എന്നാ ഞങ്ങളുടെ ചേട്ടനെ കാണാം. ചേട്ടാ വാ. ചേട്ടൻ അവിടെ വന്ന് സർക്കസ് കാണിക്കുമല്ലേ? ചേട്ടൻ അവിടെ സർക്കസ് കാണിക്കാൻ വാ. ചേട്ടാ വാ. വാടാ ഒന്ന് വാടാ ചേട്ടൻ ഒന്ന് കാണിക്കട്ടെ. ചേട്ടൻ ദാ ഇത്. എല്ലാവർക്കും അംബ്ലീസ് വേൾഡിലേക്ക് അന്നേരം സ്വാഗതം. എന്റെ പല്ല് പോയി. ഇതാണ് എന്റെ ചേട്ടൻ, ഇതാണ് അമ്മ, ഞാൻ ഇവിടെ കൊച്ചുമോനോ? ഞങ്ങളുടെ കൊച്ചുമോനോ? അപ്പൊ ഞങ്ങൾ ഒരുങ്ങാൻ പോവാണ്. ആരും ഒരുങ്ങണം. അപ്പുച്ചേട്ടനെ ഒരുക്കണം, മോനെ ഒരുക്കണം. 11 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇത് തുടങ്ങും. ബൈ. അപ്പൊ നമുക്ക് മേക്കപ്പ് ചെയ്ത് തുടങ്ങിയാലോ? അംബ്ലീസ് വേൾഡിലെ ഏറ്റവും പുതിയ ഷോ ആണ് ന്യൂ അംബ്ലീസ് വേൾഡ് 2 ബട്ടർഫ്ലൈസ്. ഓക്കേ ബൈ. ഓക്കേ. സമയമില്ല എനിക്ക് എവിടെ പോവാ? ഒരുക്കട്ടെ. ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. ഓക്കേ ഗയ്സ്, ഇത്തിരി നേരം ഒന്ന് 3 2 1 വീണ്ടും പറയാ. ഓർത്തിരുന്നോണം. നിങ്ങളിപ്പോ ഉറങ്ങിക്കോ. അത് ബഹളം ഇല്ലാതിരുന്നാലല്ലേ ഒരുക്കി തുടങ്ങാൻ പറ്റൂ. നേരത്തെ ഞാൻ ഒരുങ്ങാൻ പറ്റും. അതിന് നിങ്ങളെ കുറച്ചു നേരം ഉറങ്ങട്ടെ. ഞാൻ വീണ്ടും തുടങ്ങാം. അന്നേരം വന്നാൽ മതി. ഇപ്പോഴേ തുടങ്ങിയാലേ പവർഫുൾ. എടാ മോനെ ഇപ്പൊ തുടങ്ങിയാല് സന്ധ്യക്ക് മുമ്പെങ്കിലും നമുക്ക് വിളക്കെടുക്കാൻ സ്റ്റിക്ക്, ഡെർമാ സ്റ്റിക്ക്, അതെല്ലാം ഞാൻ ഇട്ട് തരും. അടങ്ങി ഇരുന്ന് തന്നാല് നമുക്ക് പെട്ടെന്ന് ഒരുങ്ങി വേഗം അത് കഴിഞ്ഞ് അപ്പുചേട്ടനെ ഒരുക്കണം. വേണ്ട, ഇപ്പൊ എനിക്ക് ഒരുക്കി തുടങ്ങിയില്ലോ. ദേഹമൊക്കെ ചൂടൂരും, ദേഹത്തെല്ലാം ചൂടൂരും വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, മേക്കപ്പ് ചെയ്താലും അവിടെ മാറി അടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ അപ്പുചേട്ടാ ഇച്ചിരി വെള്ളം എടുത്തോണ്ടോ? അപ്പുചേട്ടാ കുഞ്ഞിന്റെ കുപ്പിങ് എടുത്തോണ്ടോ? അപ്പുചേട്ടാ നേരുന്നില്ല, മുഖം എനിക്ക് കാണണ്ടേ, എന്നാലല്ലേ ഒരുക്കാൻ പറ്റൂ. ഇത് എന്ത് പറ്റിയതാന്ന് പറഞ്ഞു കൊടുത്തേ. അവിടുത്തെ ഇരുമ്പ് കമ്പി ഇടിച്ച് ഇരുമ്പ് കമ്പി വളയുമെന്ന് നോക്കിയതായിരുന്നല്ലേ അരിക്കുട്ടാ? എന്നിട്ട് എന്താ സംഭവിച്ചത്? അരിക്കുട്ടന്റെ കൈ ഒരഞ്ഞു. ഓ നല്ല ചൂടൂരും അതേ. ഒരുങ്ങിയിട്ട് അടങ്ങിയിരിക്കണം, കളിക്കാൻ പോവല്ലേ. പവർഫുൾ അർജുൻ. പവർഫുൾ അർജുനൊക്കെ തന്നെ. കേറിയിരിക്കും അർജുനെ കേറിയിരിക്കും. പവർഫുൾ ആവണോ? അമ്മയ്ക്ക് സുന്ദരിമണിയായിട്ട് കാണേണ്ടതാ. ഇപ്പൊ എന്താ ദേവൂട്ടൻ വരും, കാർത്തിമോൻ വരും, അപ്പുചേട്ടൻ, അജുക്കുട്ടൻ, ദേവൂട്ടൻ, കാർത്തിമോൻ, പിന്നെ കാർത്തിമോന്റെ അനിയൻ ബാബ അല്ലയാ. കണ്ണടച്ചിരിക്കണം. ഇതിടുമ്പോ കണ്ണടച്ചു തന്നെ ഇരിക്കണം. കണ്ണ് തുറക്കാൻ പാടില്ല കേട്ടോ. കണ്ണടച്ചിരിക്കണേ. ഹരിഹരൻ ആരാണോ? ഹരി എന്ന് വെച്ചാല് മഹാവിഷ്ണുവിന്റെ വേറൊരു പേരാണ് ഹരി. ഹരൻ എന്ന് വെച്ചാൽ മഹാദേവൻ. അപ്പൊ ഹരിഹര സുതനാരാ? അയ്യപ്പസ്വാമി. അയ്യപ്പസ്വാമി മഹാവിഷ്ണുവിന്റെയും മഹാദേവന്റെയും മകനാണ്. ഒരു കാര്യം ചേച്ചിക്കുട്ടാ, ഇക്കിളിയാവണോ? കൈ കൊണ്ടിട്ട് തരാം. കണ്ണടച്ചേ, കൈ കൊണ്ടിട്ട് തരാം. അപ്പൊ ആരാ ഹരിഹരസുതൻ? പറഞ്ഞേ. ശരണം അയ്യപ്പൻ. ശരണ്യ അയ്യപ്പനല്ല, ശരണം അയ്യപ്പസ്വാമി. സുന്ദരിയായിട്ടുണ്ടോ കുഞ്ഞിനെ കാണാൻ? നല്ലോണം ഇരുന്നില്ലെങ്കിലേ ഒരുമിച്ചായി പോയേ. ഇച്ചിരി ആവുന്നോടെ. ഇനി അജുക്കുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അല്ല, കണ്ണെഴുതാൻ പോവാ. പക്ഷെ കണ്ണിങ്ങനെ ഞെരടിയൊന്നും ചെയ്യരുത്. ഞെരടിയല്ലേ ഇപ്പൊ സുന്ദരിയാന്ന് പറഞ്ഞതേ, അവസാനം കാട്ടുമാക്കാനായി പോയി. അയ്യോ, അപ്പൊ ദേവിയെന്ന് ചോദിച്ചത് ഏതാ കാട്ടുമാക്കാൻ ഈ വരും? കരിയെല്ലാം കൂടെ പറ്റിയാലേ അയ്യോ പേടിച്ചോടും.
മുദ്രാമുഷ്ടി പുതിയൊരു ഇത് വെച്ച്. ഇത് വെച്ച് ചെയ്തോ? ഇത് ചെയ്താൽ കണ്ണടച്ചു കുഞ്ഞു കണ്ണിന് അടച്ചോടാ കണ്ണടച്ചോടേ തുറക്കരുത് ഞാൻ പറയാതെ തുറക്കരുത് കണ്ണടച്ചേ കുഞ്ഞിന് ഹരിഹരനെ ഇത് ശരിയാവുന്നില്ല. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അടുത്തത് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യേണ്ട ദൈവമേ എൻ്റെ കളരി പരമ്പര ദൈവങ്ങളെ സുന്ദരി ആവണമെങ്കിൽ കണ്ണ് ഒന്ന് ഇച്ചിരി ഒന്ന് എഴുന്നിട്ടാ പൊന്നെ കുറച്ച് കേട്ടോ. അതെ ഇപ്പൊ ദൈവത്തിനൊക്കെ വരും. ദൈവത്തിനൊക്കെ വരുമ്പോഴേ ദൈവത്തിനൊക്കെ വിചാരിക്കും ഇത് ഏതായാലും സുന്ദരി കുട്ടി, ഇത് ഏത് സുന്ദരി കൊച്ചായത് ദൈവം തമ്പുരാനെ കണ്ടോളേ. പിന്നെ പുതിയത് ഇപ്പൊ കവർ പൊട്ടിച്ചെടുത്തതേ ഉള്ളൂ. ഇത് വെച്ച് ഇത് ചെറിയൊരു നനവ് വരും മോനെ ഇറിറ്റേഷൻ, അതുകൊണ്ട് ഇത് മാറ്റി. സുന്ദരി സുന്ദരി സമ്മതിച്ചു. സുന്ദരി അനങ്ങരുതേ. കണ്ണും തുറന്നേ, പതുക്കെ തുറന്നേ, നോക്കട്ടെ. ഹായ്, കൊള്ളാം കൊള്ളാം, സുന്ദരിയാ. നോക്കട്ടെ, ഇനി ഇവിടെ ഇച്ചിരി ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. വലിയ പണിയാണേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണോ നോക്കിയപ്പോ. കണ്ണ് തുറന്നേ. ഇതൊരു കാര്യമുണ്ട്, തിന്ന് തീർക്കരുത് കേട്ടോ. ഓ നോക്കട്ടെ, ഇതാരാ? ക്യാമറയിലോട്ട് നോക്കിയേ, ക്യാമറയിലോട്ട് നോക്കിയേ. സുന്ദരി എല്ലാരും കാണുവേ. വേഗം വേഗം ചക്കരമോ വീഴും. അജിക്കുട്ടനെ തൽക്കാലം ഒന്ന് ഒതുക്കി ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ക്യാമറയുടെ ബാക്കിൽ ഇരുന്ന് ഓരോ കുരുത്തക്കേട് ഒപ്പിക്കുകയാണ്. അനക്കല്ലേ ഞാൻ തന്നെയാണ് അജിക്കുട്ടൻ. ഞാൻ ഇപ്പൊ പെണ്ണ ഇനി ഡ്രസ് എടുക്കാൻ കുട്ടനാണ് കൊച്ചിന്റെ അതിനോറ്റ മീശയും താടിയൊക്കെ ദൈവമേ ഒന്നല്ലയോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടത്. അപ്പുച്ചേട്ടനെ ഒരുക്കുമ്പോൾ അജിക്കുട്ട ഹെൽപ്പ് ചെയ്യണം, അജിക്കുട്ടനെ ഒരുക്കുമ്പോൾ അപ്പുച്ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറെ ആരിയിരിക്കുന്ന ഹെൽപ്പ് ചെയ്യാൻ? എനിക്കോ ഈ ലോകത്ത് ആരെയും ഇഷ്ടം? അജിക്കുട്ടൻ പറഞ്ഞേ. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മക്കളെ, എൻ്റെ അപ്പുക്കുട്ടനെ, എൻ്റെ അജിക്കുട്ടനെ. കുറേ 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 ഇഷ്ടമുണ്ട്. മക്കളെ ഈ ലോകത്തെ എല്ലാ കാശും, എല്ലാ സ്വർണം, എല്ലാ പണം, എല്ലാ ഡയമണ്ട് എല്ലാം തരാൻ പറഞ്ഞു. ഞാൻ ഞങ്ങളെ രണ്ടുപേരും ഒന്ന് ഇനി ലോകത്ത് എന്ത് തരാന്ന് പറഞ്ഞാലും എൻ്റെ അപ്പൂനെ അജുവിനെയും കൊടുക്കത്തില്ലേ അമ്പിളിയമ്മ കേട്ടോ. ആരെന്ത് തരാന്ന് പറഞ്ഞാലും കുട്ടനെയും കൊടുക്കത്തില്ല. ഒത്തിരി കാര്യം പറഞ്ഞോണ്ട് ഏത് കാര്യമാണെന്നാ ഞാൻ അറിയണ്ടേ? ദേവൂട്ടൻ പരിപാടാ, ദേവൂട്ടനും കാർത്തിമോനും എല്ലാരും വരും കേട്ടോ. ചാനങ്കല്ല് പണിക്കൽ എന്തോ ഇനി മാൻപേടയോ ഞങ്ങളെ ഡാൻസിനൊക്കെ ഒരുങ്ങുമ്പോൾ ഇയാൾക്ക് വലിയ ജാടയില്ല. ഞങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ടിപ്പോൾ മനസ്സിലാവുന്ന വരുന്നുണ്ടടാ അപ്പുസാറിക്കല്ലേ ഇടിക്കല്ലേ ഇതാണ്ടല്ലേ എൻ്റെ പൊന്നുമോനെ. കണ്ടോ കണ്ണു തുറന്നിരിക്കുന്ന കണ്ടോ? ഒരു പോയിന്റിൽ നോക്കിയിരുന്നു. 5 6 7 8 അതുകൊണ്ട് സ്ട്രോബെറിയുടെ മണം ചിരിച്ചേ. അമ്മ എനിക്ക്
എന്തത് പോയി അങ്ങനെ വെക്കാതെ ഇങ്ങനെ ഇങ്ങനെ എന്നാലും മുഴുവനായിട്ട് കിട്ടുമോ? അയ്യോ അജിക്കുട്ടന് അമ്മ ഇട്ട് തരാം. ഞാൻ ഇട്ടതാ. അങ്ങനൊന്നും അല്ല. ഹാഫ് സാരിക്കാരി ഇങ്ങോട്ട് നോക്കി. ബോബി ഒരു ഹാഫ് സാരിക്കാരിയായി. എവിടെ കൈ ഇങ്ങോട്ട് വരട്ടെ. പച്ചക്കാരികളുടെ കൈ നീ കൈ ഇങ്ങോട്ട് വരട്ടെ. ഓ സൂപ്പറാണല്ലോ, സുന്ദരിയാണല്ലോ. അതൊക്കെ ഇടും അമ്മ, അതൊക്കെ ഇപ്പൊ ഇടും. പോലെ പോലെ അയ്യോ അപ്പൊ ചേട്ടൻ കണ്ടോ അടങ്ങി നിന്ന് തന്നത് കണ്ടോ? അതുകൊണ്ട് അമ്മയ്ക്ക് ഈ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുത്താം മോനെ. ഉടുപ്പിട്ട് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ പിന്നെ റെസ്റ്റ് എടുപ്പിക്കും. ഓടരുത്. ഞാനൊക്കെ ചെയ്ത് കണ്ണൊക്കെ എഴുതി ഈസി ആയിട്ട്. ഞാൻ ഓടിയൊന്നുമില്ല. ഇല്ല അജിക്കുട്ടൻ ഓടിയതേ ഇല്ല കേട്ടോ. അജിക്കുട്ടൻ ഓടിയില്ല, ഓട്ടിച്ചിട്ട് അമ്മ പിടിച്ചില്ല, ഞങ്ങൾ ഓടി കളിച്ചില്ല അല്ലയോ? എന്താ നല്ല കുട്ടിയായിട്ട് ഇരുന്നു അജിക്കുട്ടാ. അങ്ങനെ പിടിച്ചോണേ, അങ്ങനെ പിടിച്ചോണേ, പിടിച്ചോണേ. ഇവിടെ ക്ലിപ്പ് ഉണ്ട്, ഇതല്ലേ അപ്പൊ ചേട്ടൻ ഓടിയൊക്കെ അയച്ച് ഉണ്ടോ? ഞങ്ങളുടെ സ്റ്റെപ്പ് കട്ടൊക്കെ കണ്ടോ? ഇതെങ്ങനെ കെട്ടണം നമ്മള്? ഇങ്ങനെ നേരെ ഇരി, നേരെ ഇരി. അങ്ങനെ അപ്പൂട്ടനെ ഒരുക്കി കഴിഞ്ഞു. ഇനി അജിക്കുട്ടന് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടണം. പൊട്ടൊക്കെ ഇടണ്ടായ മുടി നീങ്ങണം, പൂ വെക്കണം, നെറ്റിച്ചുട്ടി വെക്കണം. അങ്ങനെയൊക്കെ തേച്ചാൽ വൃത്തികേടാണ്. കാർത്തി മോനെ നിക്ക്, വിളക്കിങ്ങിതാ മോനെ. ചെല്ല് മക്കൾ നടുക്ക് നിൽക്ക്. ദാ അപ്പുച്ചേട്ടനെ ഒന്ന് നടുക്കുന്നത്. കുഞ്ഞിനെ അപ്പു ഒന്ന് വിളിച്ചു നോക്കിയേ. അപ്പു വിളിച്ചു നോക്കിയേ വാവേ. അയ്യോ പേടിച്ച് നിൽക്കുക. അയ്യോ ഇല്ല. ആ 5 ആൺകുട്ടികളാ. ഭയങ്കര ആസൂത്രണം നടക്കുക ഇവിടെ. ഞാൻ കേട്ടില്ല.
ഞാൻ കേട്ട ഞാൻ മാമിനോട് പറഞ്ഞു കൊടുക്കും. പല്ല് പോയതിന്റെ അറിയത്തില്ലേ അപ്പനെ? മേളി പല്ല് പോയ ആൾക്കാര് പച്ച ഉടുപ്പിടണമെന്ന് അനൗൺസ് ചെയ്ത്. സത്യമായിട്ട് താഴെ പോയ ആൾക്കാര് ഈ പർപ്പിൾ ഇടണമെന്ന് അനൗൺസ് ചെയ്ത് അമ്പലത്തില്. അതുകൊണ്ടാ ഇങ്ങനെ ആയത്. പിന്നെ പല്ല് പോവാത്തവര് മെറൂൺ. അതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഫോട്ടോ എടുക്കാൻ പറ. അമ്മയും കൂടെ വരാം. ഇതും ഭാരം. ഇത് ഭാരമില്ല. ഭാരമുണ്ട്. ഭാരമില്ലടാ. അതുകൊണ്ട് ശക്തിമാനല്ലേ, സ്ട്രോങ് ഇവിടെ ഞാൻ ഉണ്ടോ ഉണ്ടോ സ്ട്രോങ് കണ്ടോ, പിടിക്കുന്ന കണ്ടോ? എടുക്കല. ആ ശൂലം പോലെ അമ്മയും കൂടെ സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ പറ്റും. പക്ഷെ നേരിട്ടണ്ട ഇതിലും വലുതായിട്ടോ. കാല് കഴിക്കും. നമുക്ക് കാലം വെച്ച് വരുമ്പോ ഇന്ന് രാത്രി മുഴുവൻ കഥ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, രണ്ടുപേരും ഉറങ്ങണ്ട. നാളെ എന്തായാലും സ്കൂളിൽ പോകണ്ട. ഇതൊക്കെ പോയി ഇങ്ങോട്ട് നിന്നെ അങ്ങനെ വിട്ടുകൂടാ. കത്തിച്ച വിളക്ക് അണഞ്ഞുകൂടായ നമ്മെ നാരായണയില്ലേ ക്ഷേത്രത്തിനകത്ത് അനധികൃതമായി തിക്കും തീർക്കും അനുഭവപ്പെടുന്നതിനാൽ നിങ്ങളുടെ കൈവശമുള്ള മോണിറ്റേഴ്സുകളും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് വിലപിടിപ്പുള്ള വസ്തുക്കളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. കുടുംബസ്ഥാൻ ക്ഷേത്രത്തിന് വടക്കുവശം പ്രവർത്തിക്കുന്ന ഉത്സവ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. കൈ എത്തിപ്പിടിക്കും കുഞ്ഞിതാ വരുന്നേ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങൾ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി കൂട്ടമായി നടക്കുന്ന ഭക്തജനങ്ങൾ ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ കിഴക്കുവശമുള്ള ഗേറ്റ് വഴി പുറത്തേക്ക് പോയി സജ്ജീകരിക്കുക. ഇത്തവണത്തെ ചമയവിളക്ക് മഹോത്സവവും അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് രണ്ട് മക്കളെയും ഇത്തവണയും വിളക്കെടുപ്പിക്കാൻ സാധിച്ചു. വിളക്കൊക്കെ കഴിഞ്ഞിട്ട് പനിയായിരുന്നു കേട്ടോ എനിക്ക്. അതാണ് വീഡിയോ ഇടാനായിട്ട് ഡിലേ ആയത്. ചിലരൊക്കെ മെസ്സേജിലൂടെ ചോദിച്ചിരുന്നു കുട്ടികളുടെ മേക്കപ്പ് വീഡിയോ എന്താണ് ഇടാത്തതെന്ന്. ഞങ്ങളുടെ ഓരോ വിശേഷങ്ങളും അറിയാൻ കാത്തിരിക്കുന്ന നിങ്ങളോടെല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ ഇത്തവണത്തെയും ചമയവിളക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം.